ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മളിതാ ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡിഗ്മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ ഗ്രീൻ പീസ് കറിയും പിന്നെ തലേ ദിവസത്തെ ചട്നിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് പിന്നെ ലാസ്റ്റ് ഒരു 8:30 ആയിട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ഇരുട്ട് പോലെയായിരുന്നു. അപ്പോൾ കറണ്ട് വന്ന ശേഷമാണ് കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കരിഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല, ദോശയിൽ എന്തോ മറ്റേ ദോശട്ടിൽ ദോശ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത 2-3 കൊളായി എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊളായി കേട്ടോ. പക്ഷേ മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടി പീസായിട്ടില്ല, അങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫൈസിക്കുട്ടി വരുന്നതിൻ്റെ മുന്നേ ദോശ ഇടണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ദോശ ചൂടാണ്ട് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ചൂടാൻ. ഓൻ ചൂടാന്ന് പറയട്ടോ. അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ ചൂടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ കട്ടി ചട്നി ഉണ്ട്, തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു തലേ ദിവസം ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രീൻ പീസ് കറിയിൽ തേങ്ങയൊക്കെ അരക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ തേങ്ങ ഒന്നും അരക്കാൻ പറ്റില്ല, പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. പാത്രം അതാ കാസറോള് കണ്ടില്ലേ, നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ദോശ ചൂടാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. ഈ ദോശ മാത്രമല്ല, നമ്മുടെ ഗോതമ്പ് ദോശയും കലക്കി ദോശയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചൂടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ അടുപ്പിലുണ്ടാക്കുന്ന സമയത്താണ്. കാരണം ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ. അടുപ്പാണെങ്കിൽ ഇവന് നിന്ന് കഴിഞ്ഞാൽ നേരെ ചൂടാൻ പറ്റും. ഗ്യാസ് അങ്ങനെ പറ്റൂല കേട്ടോ. ഗ്യാസിൽ ചുടണമെങ്കിൽ ഇങ്ങനെ സ്റ്റൂളിലൊക്കെ കയറിയിട്ട് വേണം. പിന്നെ ഗ്യാസിൻ്റെ അവിടേക്ക് ഞാൻ വല്ലാതെ ഇങ്ങോട്ട് അടുപ്പിക്കൂല. നമ്മളില്ലാത്ത നേരത്തൊക്കെ ഗ്യാസ് തുറന്നിടണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ചെറിയൊരു പ്രശ്നം നടന്നു. ഞാൻ മധുരമില്ലാത്ത ചായയാണ് കേട്ടോ ഇപ്പോൾ കുടിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് മധുരമിടാതെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒരൊറ്റ തൂക്കൽ. ഓൻ്റെ കയ്യിലത്തെ ചായ കുറച്ച് ചൂടുണ്ട്, അപ്പോൾ അത് ആറ്റാൻ വേണ്ടിയിട്ടാണ് അത് കളഞ്ഞത്. അതിലിങ്ങോട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പിന്നെ നീച്ച് വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വേഗം ഒന്ന് പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ. അങ്ങനെ അടിച്ചു വരേൻ്റെ ഇടയിൽ വെള്ളം അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു, അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പ്. അപ്പോൾ നമ്മളിവിടെ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിടാറുണ്ട് കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചോറ് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വൈകുന്നേരത്ത് അങ്ങനെ ചോറ് കഴിക്കാറില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടി ഇതാ ഇവിടെ ഭയങ്കര കളറിങ് ആണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളറിങ് തന്നെ ആയിരിക്കും ആൾ. ഇത് അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ വണ്ടികളുടെയൊക്കെ പിക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കളർ കൊടുക്കുകയാണ്. അങ്ങനെ അടിച്ചു വരലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഇങ്ങനെ തിരക്കായതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അത് അവർക്കുള്ള സ്നാക്സും ലഞ്ചും എല്ലാം ഒന്ന് പാക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഫാദുക്കുട്ടി ഇന്ന് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ഫാദുക്കുട്ടിക്ക് സ്നാക്സ് കുറച്ച് അച്ചപ്പം ഉണ്ടായിരുന്നു, കുറേ ദിവസമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് വെച്ചു. പിന്നെ ചോറും പിന്നെ നമ്മൾ എന്താ പറയുക മീനച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിയും കൂടി വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗ്രീൻ പീസ്, കടല, വെള്ളക്കടല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടുവിട്ട് വന്ന് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ ചേച്ചിമാരൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഓരോരുത്തരും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 11 മണിയായി കേട്ടോ. വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ. വീട്ടിൽ കയറിയപ്പോൾ 11 മണിയായി. അങ്ങനെ അപ്പുറത്തെ ചേച്ചിനോട് ഇങ്ങനെ സംസാരിച്ചതാ. ഞാൻ കുറച്ച് അച്ചപ്പം ഉണ്ടായിരുന്നു, ഇവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് കുറച്ചും പിന്നെ 2 ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കിയില്ല, ചായ പരമാവധി ഒഴിവാക്കാൻ നോക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളമാണ് കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് തിരുമ്പാൻ വേണ്ടി നിന്നത് കേട്ടോ. കാരണം നമ്മളെ മതിലിൻ്റെ അപ്പുറത്തേക്കൊന്നൊക്കെ നല്ല വെയിലല്ലേ, മതിലിൻ്റെ ഇപ്പുറത്തേക്ക് വെയിലിങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് മൊത്തം നല്ല വെയിലായിരിക്കും. നല്ല വെയിലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അമ്മാതിരി വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ.
അങ്ങനെ ഇതാ ഓരോന്നായിട്ട് തിരുമ്പാണ്. അധികമൊന്നുമില്ല, എന്നാലും ഉണ്ട് കേട്ടോ. അങ്ങനെ തിരുമ്പലും വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലത്തെ ഈ വീട് കണ്ടാണ്ടോ, ആ വീട്ടിലത്തെ ചേച്ചിയാണ് കേട്ടോ അത്. അപ്പോൾ അവരെ തിരുമ്പണ കല്ലിൻ്റെ അവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ തിരുമ്മിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരിവിടെ തിരുമ്പാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഓരോ പണി ചെയ്യാൻ നല്ല രസമല്ലേ. അപ്പം ഞാനങ്ങനെ മീൻ നന്നാക്കി, ചേച്ചി അപ്പുറത്ത് തിരുമ്പുകയും ചെയ്തു കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മത്തി ഉണ്ടായിരുന്നു, പിന്നെ അയില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയില കറി വെക്കാനും മത്തി വറുക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തന്നെ. പിന്നെ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്, ചോറ് കഴിക്കാനാണെങ്കിൽ ഒരു മൂടില്ല. അപ്പം പിന്നെ രാവിലത്തെ 2 ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശയും പിന്നെ ചട്നിയും ഗ്രീൻ പീസ് കറിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ലോഡ് പാത്രം കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത ശേഷം മീനൊക്കെ ഒന്ന് കഴുകി വറുക്കാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 4-5 എടുത്തിട്ട് കറി, ബാക്കി 2 പൊരിക്കാനും പിന്നെ ബാക്കി 2-3 മത്തി ഇട്ടിട്ട് അങ്ങനെ കറിയും അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. 2-3 മിക്സ് ചെയ്തിട്ട്. അപ്പോൾ തീ കെട്ടിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ കനലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഓലക്കൊടി വെച്ചപ്പോൾ ഇങ്ങനെ പുക വന്നിട്ട് അങ്ങനെയാണ് കത്തിയിട്ടോ. അപ്പോൾ മീൻകറി അടുപ്പത്ത് വെക്കാൻ മൺചട്ടിയും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഹാളും കാര്യങ്ങളൊക്കെ തുടയ്ക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചട്ടി ചൂടായി വരുമല്ലോ. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 മണിയാകുമ്പോഴത്തേക്കും പണികളൊക്കെ തീർക്കണം. എന്നാലും ഒരു 10-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുത്ത ശേഷം 3 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഫാദക്കുട്ടീനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പോകണം. അപ്പം അതിൻ്റെ മുന്നേ പണികളൊക്കെ തീർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഫിഷ് മസാലയും ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പുളിവെള്ളം, നമ്മുടെ കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് മീൻ കറി. ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. അങ്ങനെ മീനിൽ പുളിവെള്ളവും കാര്യങ്ങളും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള സ്ഥലം കൂടി ഒന്ന് തുടയ്ക്കാണ് കേട്ടോ. 2 റൂമുകളും പിന്നെ കിച്ചണും, ലാസ്റ്റ് കിച്ചണാണ് തുടയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലായിടും ഒന്ന് തുടയ്ക്കുകയാണ്. ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ആകെ അലമ്പായിട്ടുണ്ട്. പിന്നെ ഇന്ന് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല വൃത്തിയായിട്ട് കിടന്നോളും. കാരണം ആരുമില്ലല്ലോ ചവിട്ടി തേക്കാൻ. സ്കൂളിലെ ദിവസമൊക്കെ തുടക്കണ വെറുതെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവരിങ്ങനെ ചെരുപ്പിടാതെ പുറത്തേക്ക് പോകും, പിന്നെ ഓടി കയറും, ചെരുപ്പിട്ടിട്ട് കയറും, അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു മണ്ണുണ്ടെന്ന് വരെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് കുളിക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് കുളിച്ച് വരണം. അങ്ങനെ കുളിച്ച് വന്നപ്പോഴത്തേക്കും തീയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തീ കത്തിക്കാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി തീ കത്തിച്ച ശേഷം ഞാൻ ഫാദക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു ചൂടിൽ അങ്ങനെ തിളച്ചുവല്ലോ, വന്നിട്ട് പിന്നെ വാങ്ങി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാനൊരു 3-5 ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ ഉറങ്ങിയിരിക്കും അംഗൻവാടിയിൽ. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉറങ്ങി സെറ്റ് നീക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനൊരു 3-5 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയും കൊണ്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ. അങ്ങനെ പിന്നെ ഇന്നലെ ഉണ്ടല്ലോ നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു 3 മണിക്ക്. പക്ഷെ ഇന്ന് ഇങ്ങനെ കുഴപ്പമില്ല, ചെറിയ വെയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫാദക്കുട്ടീനൊക്കെ കൂട്ടി വന്നു. ആൾക്ക് വിശക്കുണ്ട് പറഞ്ഞിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഫൈസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനൊരു മൂഡില്ല. അപ്പോൾ റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, നമ്മുടെ സ്മൂത്തിയോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് റോബസ്റ്റ പഴം നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പഴമാണ് കേട്ടോ റോബസ്റ്റ പഴം. വേറെ നമ്മുടെ നേന്ത്രപ്പഴവും ചെറുപഴവും ഒന്നും എനിക്ക് അധികം ഇഷ്ടമല്ല, പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേഗം വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ പഴവും പഞ്ചസാരയും പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് എനിക്കൊരു ഗ്ലാസ് എടുത്തു. പിന്നെ ഫാദക്കുട്ടിക്ക് ഞാൻ ഒരു ഗ്ലാസ് എടുത്തു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചോളൂ ചോറ് കഴിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൊടുക്കണ്ട, ഫൈസി വന്നിട്ട് ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ലാസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ.